നമസ്കാരം. നമ്മുടെ മുഖചർമ്മത്തിൽ വരുന്ന ചില ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി ക്രീമുകളെ ആശ്രയിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റമായി നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ തയ്യാറാക്കിയാലോ ഈ ക്രീം മാത്രമല്ല ഒരു ഫേസ് വാഷും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സ്കിന്നിൽ വരുന്ന ഒട്ടനേകം പ്രശ്നങ്ങൾക്ക്, ഒരുപാടേറെ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരൊറ്റ സൊല്യൂഷനാണ്. പിന്നെ ഇതിന് ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾ കേട്ടിട്ടില്ലേ മസൂർ ദാൽ എന്നുള്ളത്. ഈ മസൂർ ദാൽ എന്ന് പറയുന്നത് ഈ ചുമന്ന പരിപ്പ് തന്നെയാണ് കേട്ടോ അതിനെടുത്തിട്ടുള്ളത്. ധാരാളം ഫ്ലാവനോയിഡ്സും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുള്ളതായതുകൊണ്ടും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാനും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുഖക്കുരു പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് ചുളിവുകൾ വരുന്നത് ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റാനും ഒരു സ്കിന്നിനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ തൂങ്ങി ഇരിക്കുന്നത് പോലെയൊക്കെ തന്നെ കൊളാജൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നാറില്ലേ, അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൂടെ സഹായിക്കുന്നതാണ്. ഇത് 1-2 ദിവസം യൂസ് ചെയ്തിട്ടുള്ള കാര്യമല്ലേ പറയുന്നത്. നമ്മൾ കുറച്ചധികം ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലൈഫ് ലോങ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം എവിടെ ചെന്നാലും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതുമാണ്. പുറമെ താമസിക്കുന്നവർക്കായാലോ ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നല്ല വ്യത്യാസം തന്നെ കൊണ്ടുവരാൻ പറ്റും. ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് അല്ലേ, ഗുണം കുറവാണോ എന്ന് ചിന്തിക്കുകയൊന്നും വേണ്ട, വളരെ ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ ഇത് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർക്ക് വരെ നമുക്ക് ഉപയോഗിക്കാം. ഇത് തന്നെ ഒരു ബോഡി സ്ക്രബ്ബറായിട്ടും മൊത്തത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഇത് തന്നെ കുറച്ച് ഒരു സിറം കൺസിസ്റ്റൻസിയിലാക്കി ഒരു ഫേസ് സിറമായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടത്. നമ്മുടെ എടുത്തിരിക്കുന്നത് ഇവിടെ ചുമന്ന പരിപ്പാണ്, മസൂർ ദാൽ. കാണുമ്പോൾ ഒരു യെല്ലോ കളർ തോന്നുമെങ്കിലും ഫ്ലാഷ് ലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇത് റെഡ് കളറാണ്. ഇത് കുതിർത്തിട്ടതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഒരു 4-5 മണിക്കൂർ കുതിർത്തിട്ടിട്ട് അതിന് ശേഷം ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ടൊരു കോട്ടൺ ക്ലോത്തിലൂടെ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ സത്ത് കിട്ടും. ഇനി നമുക്ക് പിഴിഞ്ഞെടുത്ത ബാക്കി ഭാഗം ഉണ്ടല്ലോ, ഇത് കളയേണ്ട ആവശ്യമില്ല. ബോഡിയിൽ സ്ക്രബായിട്ടോ ഒക്കെ തന്നെ നിങ്ങൾക്ക് കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കാം കേട്ടോ. ഓവറോൾ ബോഡിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ, വളരെ നല്ലതാണ്. ഇനി അതൊരു ഫേസ് പാക്ക് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിൽ പിന്നെ നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിലേക്കൊരു 3 സ്പൂൺ അലോവേര ജെൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും ചോദിക്കാറില്ലേ അലോവേര ജെല്ല് ഏതാ നല്ലതെന്ന്. മുൻപ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓർഗാനിക് നേത്രയുടെ ആയിരുന്നു. പക്ഷേ ഇപ്പം അത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറയാത്ത എനിക്ക് തന്നെ നല്ലൊരു അലോവേര ജെല്ല് ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ഇത് മുൻപ് പറഞ്ഞപ്പോൾ ഓർഗാനിക് നേത്രയുടെ വളരെ നല്ലൊരു ജെല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, അതിന് ടെക്സ്ചർ മാറ്റമുണ്ട്, സ്മെല്ല് മാറ്റമുണ്ട്. അവരെന്തോ അതിൽ പ്രിപ്പറേഷനിൽ എന്തോ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കേട്ടോ. ഇനി മുൻപ് ഞാൻ പറഞ്ഞവർ ഇപ്പോഴും ഓർഗാനിക് നേത്ര വാങ്ങുന്നുണ്ടേ വേണ്ടാന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് വളരെ മോശമായിട്ട് തോന്നാറുണ്ട് ഇപ്പോഴും അവർ ഇറക്കുന്ന പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ. അറിയില്ല എന്ത് പറ്റി എന്നുള്ളത്. എങ്കിലും മുൻപ് ഞാൻ വാങ്ങി വെച്ച ഓർഗാനിക് നേത്രയുടെ തന്നെ ഗ്ലിസറിനാണ് യൂസ് ചെയ്തത്. അത് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വാങ്ങിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഗ്ലിസറിൻ നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിൽ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3-4 സ്പൂണോളം നമ്മുടെ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള പരിപ്പിൻ്റെ സത്തും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രാത്രി ഒരു നൈറ്റ് ക്രീമായിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. കയ്യിലും കാലിലും ഫേസിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ്. നല്ല കൂളിംഗ് എഫക്റ്റ് ഉള്ളതും മുഖം നല്ല ലൈറ്റൻ ചെയ്യാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്നതാണ്. മധുര രൂക്ഷ കഷായ കടുഭാഗ്യന എന്ന് ഇത്തരം പരിപ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. മധുര രസമുള്ളതും അതുപോലെ വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു പൊട്ടൻസി ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ഒന്നാണ് ഈ പരിപ്പ് എന്നുള്ളത്. ഇത് തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് സൂപ്പായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം.
പരിപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരുമില്ല, എങ്കിലും അത് ഒരുപാട് നമ്മുടെ മെറ്റബോളിസത്തിനെയൊക്കെ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്, ഡൈജഷൻ ഈസി ആക്കുന്നുണ്ട്. പരിപ്പിൻ്റെ തന്നെ പലവിധ വെറൈറ്റി ഡിഷസ് ഉണ്ട്. അതപ്പം നമ്മുടെ ചാനലിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഡെയിലി എന്നുള്ളത് പോലെ നമ്മൾ കുക്ക് ചെയ്യുന്നതായിരിക്കും. ഒരു ഈസി പീസി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണല്ലേ, അതുകൊണ്ട് പരിപ്പിനെ എല്ലാവർക്കും പരിചിതമായിരിക്കും. പരിപ്പിൻ്റെ തന്നെ സൂപ്പ് നമ്മൾ തയ്യാറാക്കി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഇത് ഉള്ളിലേക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ പുറമേക്കും ചില ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ഇത് തന്നെ നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചെറിയൊരു എക്സ്ഫോളിയേഷൻ, മൈൽഡ് ആയിട്ടുള്ളൊരു എക്സ്ഫോളിയേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഡെഡ് സ്കിൻ സെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോവാനോ അല്ലെങ്കിൽ നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും ഒക്കെ തന്നെ ഒരു ബ്ലാക്ക് ഹെഡ്സ് കൂടുതലായിട്ട് എല്ലാവർക്കും കാണാറുള്ളതാണ്. അപ്പോൾ ഇത് ഡെയിലി നമ്മൾ ഫേസ് വാഷിനൊക്കെ പകരം ഇത് തന്നെ അല്പം വെള്ളത്തിൽ ചാലിച്ചിട്ട് മുഖം കഴുകാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പൗഡർ മാത്രം എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യല്ല കേട്ടോ. ഏറ്റവും നല്ലത് കയ്യിൽ തന്നെ അല്പം കയ്യിൻ്റെ ഉൾവശത്ത് അല്പം പൗഡർ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ എടുത്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് പിന്നെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ചിലർക്ക് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ കൂടുതൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഡെയിലി ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും തരിയില്ലാത്ത ടൈപ്പ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നിങ്ങൾക്ക് അത്രയേറെ അത് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് ക്രീമുകളെ കുറിച്ചിട്ട് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്, ഈസി ആയിട്ടുള്ള ഒന്നാണ്, റിസൾട്ട് ഉള്ള ഒന്നാണ്. അപ്പോൾ സ്കിന്നിന് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒന്നിനെ വിട്ട് കളയരുത് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് പറയണേ. ബാക്കിയുള്ളവർക്കും കൂടെ അത് ഒരു വിശ്വാസയോഗ്യമാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.